ഫെബ്രുവരിയിലും സർചാർജ് പിരിക്കാൻ KSEB യൂണിറ്റിന് 10 പൈസ വെച്ച് ഈടാക്കും. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ചേരുന്നു. ബിനിൽ, ഈ സർചാർജ് ഈടാക്കുന്നതിന് KSEB എന്ത് ന്യായീകരണമാണ് നിരത്തുന്നത്? ശ്യാമിലി, നിലവിൽ ഡിസംബറിൽ വൈദ്യുതി വാങ്ങിയതിൽ, അതായത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ വൈദ്യുതി വാങ്ങിയതിൽ 18.13 കോടിയുടെ അധിക ബാധ്യതയുണ്ട്. ഇത് തീർക്കാൻ വേണ്ടിയാണ് സ്വന്തം നിലയിൽ ഇത്തരത്തിൽ 10 പൈസ വെച്ച് സർചാർജ് ഈടാക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ജനുവരിയിലും ഈ മാസവും സർചാർജ് ഈടാക്കാൻ തീരുമാനിച്ചിരുന്നു. അതായത് റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ച സർചാർജ്, അംഗീകരിച്ച സർചാർജ് 9 പൈസയാണ്. അതിനൊപ്പം തന്നെ KSEB സ്വന്തമായി 10 പൈസയും ചേർത്ത് അങ്ങനെ 19 പൈസയാണ് സർചാർജായി ജനുവരിയിലും ഈടാക്കാൻ തീരുമാനിച്ചിരുന്നത്. അതും ഇപ്പോൾ ഫെബ്രുവരിയിൽ കൂടി നീട്ടാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ ചെലവ് വർദ്ധിച്ചതോടുകൂടി നേരത്തെ പറഞ്ഞ 18.13 കോടിയുടെ അധിക ബാധ്യത ഉണ്ടായിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ സർചാർജ് കൂടിയേ തീരൂ എന്നാണ് KSEB അറിയിച്ചിരിക്കുന്നത്. നേരത്തെ 16 പൈസ യൂണിറ്റിന് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിരുന്നു. ആ വർദ്ധിപ്പിച്ചെങ്കിലും പിന്നീടും ഈ സർചാർജ് പിരിക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ അധിക ചെലവ് ചൂണ്ടിക്കാണിച്ച് സർചാർജ് പിരിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ശ്യാമിൽ, ഫെബ്രുവരിയിലും സർചാർജ് പിരിക്കാൻ KSEB യൂണിറ്റിന് 10 പൈസ വെച്ചാണ് ഈടാക്കുക. 2024 ഡിസംബറിൽ വൈദ്യുതി വാങ്ങിയതിൽ 18.13 കോടിയുടെ അധിക ബാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് KSEBയുടെ നടപടി. ബിനിൽ വിവരങ്ങൾ നൽകിയത്.